അറിയിച്ചിട്ടില്ല. എന്തിനു മാറ്റിയെന്നും അറിയിച്ചിട്ടില്ല. താങ്കൾക്കെതിരെ ഈ ഇതുവരെ ഒരു വർഗീയ ചാപ്പയായിരുന്നു CPM ചാർജ് തന്നത്. താങ്കളുടെ പിന്നിൽ വർഗീയ സംഘടനകളായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ MK സ്റ്റാലിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ പിണറായി വിജയനേക്കാൾ ഈ ഫാസിസ്റ്റ് വിരുദ്ധനായി കാണപ്പെടുന്ന ആളാണ്. ഇനി സ്റ്റാലിനുമായിട്ട് DMK ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പുതിയതായിട്ട് എന്ത് ചാപ്പയാണ് പ്രതീക്ഷിക്കുന്നത്? പലതും ആക്കാന്ന് അവർക്ക് എന്ന് പറയാതെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു മുസ്ലിം വിട്ടുപോയാൽ ഓൻ സുഡാപ്പി, ഒരു ഹിന്ദു വിട്ടുപോയാൽ ഓൻ സംഘി, ഒരു ക്രിസ്ത്യാനി CPM വിട്ടാൽ ഓൻ ക്രിസംഗി. ആ പടി ഇറങ്ങുന്നതിന് മുമ്പ് കുത്തും, ആ സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് കുത്തിക്കളയും. അത് കുറെ ആൾ അവർ കുത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ആദ്യം എന്താ പറയുക നേരിട്ടത്. വീട്ടില് ജോലി ചെയ്തിരുന്ന എന്താ പറയാ പിന്നാക്ക സമുദായത്തിൽപ്പെട്ട കാളിക്കുട്ടിയുടെ മുലപ്പാല് ഞാൻ കുടിച്ചിട്ടുണ്ട് എന്ന് എന്നെ കൊണ്ട് അവർ പറയിച്ചതാ. അപ്പം അതിലൊക്കെ ഇപ്പൊ അവർ പരാജയപ്പെട്ടു. ഇനി അവർക്കൊരു വഴിയില്ല. ഇനി ആകെ വഴി എന്താ? കേസിൽ കുടുക്കി ജയിലിലടക്കുക എന്നുള്ളത്. അവർ നോക്കട്ടെ എന്ന് നമുക്ക് നോക്കാം. ആരുമായിട്ട് ഞാനൊരു ചർച്ച നടത്തില്ല. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ആദ്യം നിങ്ങൾ ചോദിക്കും ആരാ പിന്നിൽ, ആരുമായിട്ടാ ചർച്ച? ഞാനിപ്പോ ഈ പോകുന്നു അതിൽ പലരും നമ്മളെ വിളിച്ച് ഈ പറയുന്ന പോലെ പിന്തുണ അറിയിക്കുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോ, ഞങ്ങളൊന്ന് നോക്കട്ടെ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഞാൻ വാർത്തയിൽ കണ്ടത് അല്ല, അതൊന്നും അവർക്ക് ബാധകമല്ലെങ്കിൽ എല്ലാ കാലത്തും അവരെ സഹായിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് AP വിഭാഗം, നമുക്കറിയാലോ. അപ്പൊ അവരെ കൊണ്ടൊക്കെ അങ്ങനെ പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവും. ഞാൻ ആ മാഗസിൻ ഞാൻ കണ്ടില്ല. MK സ്റ്റാലിനെയും പിണറായി വിജയനെയും തുടർച്ചയായി താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത്തരം താരതമ്യത്തിലൂടെ CPM ഒരു വിഭാഗം അതിന്റെ ഫലമായി താങ്കളൊപ്പം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നും കൂടെ ചോദിച്ചാൽ മൈൻഡ് പോയി. MK സ്റ്റാലിനെയും പിണറായി വിജയനെയും സംഘപരിവാർ വിരുദ്ധതയുടെ പേരിൽ മറ്റു ഇപ്പൊ തുടർച്ചയായി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഉദ്ദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ അടർത്തി താങ്കളൊപ്പം കൂട്ടാനാവുമെന്നുള്ള പ്രതീക്ഷയാണോ? ഉണ്ടല്ലോ, ഇന്നലെ അടർത്തുന്ന ആൾറെഡി ഉണ്ടല്ലോ. ആയിരക്കണക്കിന് സഖാക്കളുണ്ട്. അവരിതുവരെ നടത്തിയിരുന്ന പ്രചരണം ഞാൻ ലീഗാവും, ഞാൻ ജമാഅത്ത് ഇസ്ലാമിയാവും, ഞാൻ കോൺഗ്രസിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സഖാക്കളെ ഒരു പരിധിവരെ അവർ തടഞ്ഞു നിർത്തിയിരുന്നത്. ആ വിഷയം ഇന്നത്തോടു കൂടി അവസാനിക്കല്ലേ? അല്ല, ഞാൻ അങ്ങനെ ഒരു സ്റ്റാലിനെ കണ്ടിട്ട് ഇറങ്ങിയല്ലതിന്. അങ്ങനെ ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ എന്റെ മൂവ്മെന്റ് ആയിട്ട് പോവും. അതിൽ ഒരു തർക്കമില്ല. ആരെ എവിടെ തടുത്താലും അടുത്ത വാതിൽ എനിക്ക് തുറക്കും, എനിക്കറിയാം. ഇല്ലെങ്കിൽ നമ്മളെ തുറപ്പിക്കും. ഇല്ലെങ്കിൽ ഈ അടഞ്ഞു കിടക്കുന്ന വാതിൽ ഈ ജനത്തിനെയും കൂട്ടിയിട്ട് ഞാൻ പോരാട്ടം തുടരും. അതിലൊന്നും PV Anwറിന് ഒരു മടിയില്ല, ഒരു ബേജാറുമില്ല. കാരണം എനിക്ക് ഇതിൽ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ ഞാൻ ഷെയ്ക്കാവും. എനിക്കതൊരു കാലിച്ചായന്റെ ഉദ്ദേശം ഇതിലില്ലാത്തടത്തോളം കാലം. ഇപ്പൊ മഞ്ചേരി ഇന്നത്തെ പരിപാടി എടുക്കുക, എനിക്ക് കടം ഇല്ലെങ്കിൽ തന്നെ കടത്തിന്റെ മുകളിൽ അടുത്ത കടം കയറുകയാണ്. ഒരു 10 സെന്റ് വിൽക്കാന്ന് വിചാരിച്ചാൽ യാതൊരു മാർഗമില്ല. എല്ലാത്തിലും കൊടുത്തിട്ട് മിച്ചഭൂമിയാണ് കേസിട്ട് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനെ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ 4 വഴിക്കും എന്നെ ലോക്കാക്കിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നിന്നിട്ടാണ് ഈ എന്താ പറയാ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പൊ 7 കൊല്ലമായി നിങ്ങളൊക്കെ പാടെ പൂട്ടിച്ച പാർക്ക് സുപ്രീം കോടതി വരെ പോയിട്ട് അതിപ്പോ തുറക്കാനുള്ള ഓർഡർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്ന് സർവേ നടത്തി ഇത് ഡിസാസ്റ്ററിലല്ല എന്ന് ഒഫീഷ്യലി അവര് അത് സർട്ടിഫൈ ചെയ്ത് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ആ ഫയല് കൈമാറി. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ CMന്റെ അണ്ടറിലായതുകൊണ്ട് CMന്റെ ഇനീഷ്യൽ വേണം. ആ സാധനം അദ്ദേഹത്തിന് മേശപ്പുറത്ത് വെക്കാണ്. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ 2 ദിവസം പടന്നാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇനി അത് കിട്ടുന്നത് തോന്നുന്നുണ്ടോ? ഈ ഗവൺമെന്റിൽ അത് ഒപ്പിടുന്നത് തോന്നുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് CPMന് വേണ്ടിയിട്ട് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ എത്ര ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്കറിയാലോ. കേരളത്തിന്റെ നിയമസഭയിൽ ഒരാൾക്കും ഉന്നയിക്കാൻ കഴിയാത്ത ഒരാളും ഉണ്ടല്ലോ. ഇപ്പൊ വലിയ പാർട്ടി സ്നേഹം പറയുന്ന 10-7 ഉണ്ടല്ലോ അവിടെ. ഈ പ്രതിപക്ഷത്തിനെതിരെ കാതലായ വിഷയങ്ങൾ വരുമ്പം മെല്ലെ മെല്ലെ ഒഴിഞ്ഞു മാറുക എന്നല്ലാതെ പ്രതിപക്ഷത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് 4 വർത്താനം പറയാനുള്ള സീരിയസ് ആയി പറഞ്ഞ ഒരു നേതാവിനെ അവിടെ കാണിച്ചിട്ടുള്ള നിയമസഭയിൽ ഒരാളുണ്ടോ? കാരണം എന്താ? ഇതൊക്കെ സോപ്പിംഗ് ആണ്. ഇതിൽ കുറെ നെക്സസ് ഈ പറഞ്ഞതുപോലെ
അപ്പോഴും അവിടെ രക്തസാക്ഷി ആരാ? PV Anwar. ഇപ്പൊ ഈ സാധാരണ ഈ സഖാക്കൾക്കും വേണ്ടി പറഞ്ഞപ്പോ എന്നെ ചവിട്ടി പുറത്താക്കി. എന്നിട്ട് പാർട്ടി ഇതെന്ത് പാർട്ടിയത്? ഇതെന്ത് പാർട്ടിയാ? കണ്ണൂരിൽ ഞാൻ പറയട്ടെ, കണ്ണൂരിൽ കഴിഞ്ഞ 3 വർഷം 4 വർഷത്തിനിടക്ക് RSS BJP സംഘടനത്തില് എല്ലാ കേസുകളും BJP പ്രവർത്തകര് പ്രതികളായിട്ട് എല്ലാ കേസും വെറുതെ വിട്ടിരിക്കുന്നു. എന്നാലോ കമ്മ്യൂണിസ്റ്റുകാർ പ്രതികളായിട്ടുള്ള മുഴുവൻ ശിക്ഷിച്ചിരിക്കുകയാണ്. ഇതെന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. ആ കണ്ണൂരിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ നേരിൽ വന്ന് കണ്ടും എന്നെ എന്റെ ടീമിനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഖാക്കളെടുത്തുള്ള വിവരമാണ്. ഇതെങ്ങനെയാ നടക്കുന്നത്? അപ്പൊ ഇതാ പറയുന്നത്, ഇതെല്ലാം സഖാക്കൾ മനസ്സിലാക്കുന്നത്, അനുഭവിക്കുന്നു. ഇനി അവര് തീരുമാനിക്കട്ടെ എന്ന്. പൊന്ന സുഹൃത്ത്, അതിപ്പോ കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. നമുക്ക് ഇന്നത്തെ കാര്യത്തിൽ ഒരു ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എനിക്കിനി അവിടെ ഇന്നൊരു 3 മണിക്കൂർ പ്രസംഗിക്കാൻ, ഇല്ലെങ്കിൽ തന്നെ തൊണ്ട വയ്യില്ല. ഇതായി വരുന്നുള്ളൂ. അല്ല, മകന് എന്താ വെച്ചാൽ, ഞാൻ മിനിയാന്ന് എനിക്ക് പോകാനൊരു മാർഗം അറിയാലോ. ഇന്നലെ തന്നെ നിവൃത്തിയില്ലാതെ പോയതാ. അപ്പൊ നമ്മുടെ ഈ പ്രപ്പോസൽ കൊടുത്ത് ഇവിടെ വിശ്വസിച്ച ആളെ കൊടുത്തു. നമുക്കാരില്ലല്ലോ ഇവിടെ. നിങ്ങൾക്ക് ചായ ഉണ്ടായി തരുന്ന ഭാര്യയാണ്, പിന്നെ ഞാനും മകൻ. ഇതാണ് പോരാട്ടം. അപ്പൊ അതിന് വിട്ടാ അതിന്റെ പണി കഴിഞ്ഞാൽ അവൻ പോണെങ്കിലും പോകും. താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾ എന്താണ്, എത്രത്തോളം ഒരു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നതൊക്കെ ഈ DMK നേതാക്കൾക്ക് ഒരു ബോധ്യം ഉണ്ടല്ലോ ഇല്ല, അവരിപ്പോ ഈ പറയുന്ന കഴിഞ്ഞ 1.5 മാസമായിട്ടുള്ള ഹിന്ദുവും, ഇന്ത്യൻ എക്സ്പ്രസും, ക്രോണിക്കിളും ഒക്കെ ഇത് സ്ഥിരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ വരുന്ന പോലെ റിപ്പോർട്ട് വരുന്നുണ്ട്. അവരിതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അവരുടെ ഇന്റലിജൻസ് അന്വേഷിച്ചിട്ടുണ്ട്. ഇത് ഇപ്പൊ ഈ കരിപ്പൂരിലെ ഈ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നമ്മൾ ഞാൻ ഉന്നയിച്ച വിഷയത്തിന്റെ ബേസ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമുണ്ട്. ബോധ്യമില്ലാത്ത രണ്ട് ആൾക്കാർക്കാ. അതാരാ? ആരാന്ന്? ഒന്ന് മുഖ്യമന്ത്രി, പിന്നെ ആരാ? അല്ല, ശശി പോട്ടെ, ശശി ഇതിലെ പ്രതിയല്ലേ, ഗോവിന്ദമാഷ്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി, കേരളത്തിലെ ജനങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലായി. ഇതൊന്നും മനസ്സിലാത്ത രണ്ടാള്. അപ്പോഴേ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലെ ഭരണത്തിനൊക്കെ വലിയ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അവർക്ക്